വിശുദ്ധ കുർബാനയുടെ ആർദ്രമായ അനുഭവങ്ങൾ. ഇത് വരാപ്പുഴ അതിരൂപതയുടെ കളമശ്ശേരി മാക്സിമില്യൻ കോൾബെ മൈനർ സെമിനാരി റെക്ടർ ഫാദർ ജോസി ജോസഫ് കോച്ചാപ്പള്ളി. വലിയ വാഹനാപകടത്തിൽപ്പെട്ട് മരണത്തിലൂടെ കടന്നുപോയ നാളുകളും ദിവ്യകാരുണ്യ ഈശോ നൽകിയ സൗഖ്യാനുഭവങ്ങളും ജോസിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഞാൻ വരാപ്പുഴ അതിരൂപതയിലെ സെൻറ്റ് മാക്സിമിലിയൻ കോൾബെ മൈനർ സെമിനാരിയിൽ റെക്ടച്ചനായിട്ട് സേവനം ചെയ്യുന്ന ഫാദർ ജോസി ജോസഫ് കോച്ചാപ്പള്ളി അച്ഛനാണ്. കാക്കനാട് സെൻറ്റ് മൈക്കിൾസ് ദേവാലയമാണ് എൻ്റെ ഇടവക പള്ളി. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും അനിയനുമുണ്ട്. അപ്പച്ചൻ ജോസഫ്, അമ്മച്ചി എൽസി, ചേട്ടൻ ജിജു, അനിയൻ ജെറി, ചേട്ടത്തി മിൻറ്റി, കുട്ടി ജെർവിൻ. ചെറുപ്പം മുതലേ ഈശോയോടുള്ള സ്നേഹത്തിൽ വളർന്നു വരുവാനായിട്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ അമ്മച്ചി പോകുമ്പോൾ അമ്മച്ചി എപ്പോഴും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അപ്പച്ചൻ ഞായറാഴ്ച മാത്രമേ ആദ്യം പോയിരുന്നുള്ളൂ. പക്ഷേ ഞാൻ സെമിനാരിയിൽ ചേർന്ന അന്നു മുതൽ മുടങ്ങാതെ എല്ലാ ദിവസവും അപ്പച്ചൻ പള്ളിയിൽ പോകുമായിരുന്നു. അപ്പിച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്ന ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്താണ് അപ്പച്ചൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം അറിയുന്നത്. എല്ലാ ദിവസവും അപ്പിച്ച് പള്ളിയിൽ പോകും. വൈദികർ തിരുവോസ് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴും കാസ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് വേണ്ടി വിശുദ്ധിയുള്ള ഒരു വൈദികനായി തീരാൻ വേണ്ടി അപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം അന്നാണ് ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞത്. അമ്മച്ചിയാകട്ടെ മാതാവിനോട് ഒത്തിരി സ്നേഹമുള്ള അമ്മച്ചിയാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഇടവകയായ സെൻറ്റ് മൈക്കിൾസ് പള്ളിയിലോ POC പള്ളിയിലോ തൊട്ടടുത്തുള്ള ഡോൺ ബോസ്കോയിലോ കൊണ്ടുപോകുമ്പോഴും അമ്മച്ചി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനുള്ള സ്നേഹം എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നത് കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് അമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഞാൻ വീട്ടിൽ എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിക്കുവാനായിട്ട് കിടക്കുന്ന സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കാണുമായിരുന്നു. വെളുത്ത നിറത്തിലുള്ളൊരു പുതപ്പ് കാലിൽ മേലെടുത്ത് പതിയെ തലയുടെ മുകളിലേക്ക് മാതാവ് കൊണ്ടുവന്നിടും. അതിട്ട് കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട് ഞാൻ കിടന്നുറങ്ങും. ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാ കുട്ടികൾക്കും മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാണ്. ഞാൻ അച്ഛനാകുന്ന സമയത്ത് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ സമയത്താണ് അപ്പോഴറിയുക മാതാവിൻ്റെ ദിവസം ജനിക്കാൻ ഭാഗ്യം ലഭിച്ച എനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു എല്ലാ ദിവസവും മാതാവിനെ കാണുവാനായിട്ട് സാധിച്ചതെന്ന്. ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് സെമിനാരിയിൽ ചേരുവാനുള്ള ഒരു സാഹചര്യം പ്രത്യേകമായിട്ട് ഉണ്ടായത്, ഞായറാഴ്ച ദിവസം അപ്പച്ചൻ്റെ ഒപ്പം സൈക്കിളിൽ കാക്കനാട് സെൻറ്റ് മൈക്കിൾസ് പള്ളിയിൽ പോകും. കാറ്റിസം കഴിഞ്ഞ് അൾത്താരയുടെ മുമ്പിൽ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഏറ്റവും മുമ്പിലാണ് ഞാൻ കണ്ടിരുന്നത്. വികാരിയച്ഛനാണ് കുർബാന ചൊല്ലുന്നതെങ്കിലും ഞാൻ വികാരിയച്ഛന് പകരം അവിടെ നിൽക്കുന്നു. കുർബാനയുടെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കുർബാന ചൊല്ലുന്നു. കുർബാന കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് എനിക്ക് ചുറ്റും മാലാഖമാർ വന്ന് നിറയുന്നത് എപ്പോഴും കാണുമായിരുന്നു. ഒത്തിരി സന്തോഷമായിരുന്നു ആ ചെറുപ്രായത്തിൽ തന്നെ കുർബാന ചെല്ലുന്ന സമയത്ത് മാലാഖമാർ വന്നു നിൽക്കുന്നത് കാണുവാനായിട്ട്. അന്ന് വികാരിയച്ഛന്മാർ പറയുന്ന ചെറിയ കഥകളും ദിവ്യഗണനാഥന ഈശോയോട് പറയുന്ന കാര്യങ്ങളുമൊക്കെ വീട്ടിൽ വന്നിട്ട് ചെറിയ പുസ്തകത്തിൽ ഞാൻ എഴുതി വെക്കുമായിരുന്നു. അമ്മച്ചിയും എനിക്ക് ചെറിയ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ആ ദിവ്യഗണനാഥനായ ഈശോയോടുള്ള സ്നേഹമാണ് വലുതായപ്പോഴേക്കും ഒരു വൈദികനായി തീരുവാനായിട്ട് എന്നെ സഹായിച്ചത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച്
നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ദിവ്യകാരുണ്യനാഥിയായ പരിശുദ്ധ അമ്മ എപ്പോഴും തൻ്റെ മകനായ ഈശോയുടെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരും ഈശോയുടെ അടുക്കലെത്തുവാനായിട്ട് നമ്മെ ഒത്തിരിയേറെ സഹായിക്കുന്നവരാണ്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഞാൻ ഡീക്കനായതിനു ശേഷം അച്ഛനാകാനായിട്ട് കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ അമ്മച്ചി എടുത്ത തീരുമാനം എല്ലാ ദിവസവും ഒരു നേരം ഉപവസിക്കും. എൻ്റെ തിരുപ്പട്ടം ഡിസംബർ 8 2010 തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ തലേ ദിവസമാണ് അമ്മച്ചി എന്നോട് ഒരു ആഗ്രഹം പറയുന്നത്. അമ്മച്ചി അത്രയും മാസങ്ങൾ ഒരു നേരം കഴിക്കാതെ മാറ്റിവെച്ചിരുന്ന അരി അന്ന് കാഴ്ച സമർപ്പണത്തിന് സമർപ്പിക്കണമെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു അരി എങ്ങനെയാണ് കാഴ്ചവെക്കുന്നത്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും സ്വന്തം മകന് വേണ്ടി മാറ്റിവെച്ച് ഈശോയ്ക്ക് കൊടുക്കുവാനായിട്ട് അത്രമാത്രം അമ്മച്ചി എന്നെ സ്നേഹിച്ചിരുന്നുവെന്നും ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധിയുള്ള ഒരു വൈദികനാക്കണമെന്നും. പരിശുദ്ധ അമ്മയെയും ഈശോ നമുക്ക് നൽകുന്നത് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. പരിശുദ്ധ അമ്മയും എൻ്റെ ജീവിതവും ഒത്തിരിയേറെ ബന്ധമുണ്ട്. അമലോത്ഭവമാതായായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനം ഡിസംബർ 8 ജനിക്കാനാണ് ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത്. ഞാൻ സെമിനാരിയിൽ ചേരുന്നത് ജൂലൈ 16 കർമ്മല മാതാവിൻ്റെ ദിവസമാണ്. ഈ വെള്ള വസ്ത്രം ധരിക്കുന്നത് മെയ് മാസത്തിൽ മാതാവിൻ്റെ ദിവസമാണ്. ഞാൻ ഡീക്കനാകുന്നത് റോമിലായിരുന്നപ്പോൾ മെയ് 8 പോംബൈ മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. ഞാൻ അച്ഛനാകുന്നത് ഡിസംബർ 8 അമലോത്ഭവ മാതാവിൻ്റെ ദിവസമാണ്. ഞാൻ കൊച്ചച്ഛനായിട്ട് ആദ്യം പോകുന്നത് കൊരട്ടിയിലുള്ള അമലോത്ഭവ മാതാവിൻ്റെ പള്ളിയിലാണ്. രണ്ടാമതായിട്ട് ചാത്യാത്ത് കർമ്മല മാതാവിൻ്റെ പള്ളിയിലാണ്. മൂന്നാമതായിട്ട് കത്തീഡ്രൽ നിത്യസഹായ മാതാവിൻ്റെ പള്ളിയിലാണ്. നാലാമത് ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ. എവിടെ പോയാലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മൈനർ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ബന്ധുക്കളും അടുത്തുള്ളവരുമൊക്കെ വേളാങ്കണ്ണിയിൽ പോകുമായിരുന്നു. എനിക്കും ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായിരുന്നു വേളാങ്കണ്ണിയിൽ പോകുവാൻ. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് വേളാങ്കണ്ണിയിൽ പോകണം. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ മാതാവിനോട് പ്രാർത്ഥിക്ക്, മാതാവ് നിന്നെ കൊണ്ടുപോകും. അങ്ങനെ അന്നു മുതൽ ഞങ്ങളുടെ മൈനർ സെമിനാരിയിലുള്ള ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ പോയി 2 പൂക്കൾ ഞാൻ എല്ലാ ദിവസവും വെക്കും. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ ലൂർദ് മാതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന്. പക്ഷേ അന്ന് എനിക്കറിയില്ല ലൂർദ് എവിടെയാണെന്ന്, ഫ്രാൻസിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെ ലൂർദ് മാതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഡിഗ്രി പഠനം കഴിഞ്ഞു, ഫിലോസഫി കഴിഞ്ഞു, റീജൻസി കഴിയുമ്പോഴാണ് ഡാനിയൽ അച്ചാരുപറമ്പിൽ പിതാവ് എന്നോട് ദൈവശാസ്ത്രം പഠിക്കുവാനായിട്ട് റോമിൽ പോകുവാനായിട്ട് പറയുന്നത്. അങ്ങനെ റോമിൽ ചെന്നു. 2ാമത്തെ വർഷം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ലൂർദ് മാതാവിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി കരഞ്ഞാണ് ഞാൻ മാതാവിന് നന്ദി പറഞ്ഞത്. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണോ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, അമ്മയുടെ അടുത്ത് വരുവാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ലൂർദിൽ നിന്ന് വാങ്ങിയ ഈ മാതാവ്
എപ്പോഴും എൻ്റെ കൂടെയുള്ള അമ്മയാണ്. പരിശുദ്ധ അമ്മ അന്നു മുതൽ നൽകിയ അനുഗ്രഹം ഒത്തിരിയേറെ എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നീട് ഞാൻ വൈദികനായതിനു ശേഷം ഡോക്ടറേറ്റ് പഠിക്കുവാനായിട്ട് പോയ സമയത്തും ലൂർദ് മാതാവിൻ്റെ അടുക്കൽ പോകുവാനും ബലിയർപ്പിച്ച് ഈശോയോടൊപ്പം പരിശുദ്ധ അമ്മയ്ക്കും നന്ദി അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം പരിശുദ്ധ അമ്മ കൈപിടിച്ച് എന്നെ അടുക്കലേക്ക് കൊണ്ടുപോയത് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ അടുക്കലാണ്. ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഈശോയും മാതാവും എൻ്റെ ഇടതും വലതുമായി എന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതാണ്. 2020 ഡോക്ടറേറ്റ് ചെയ്യുന്ന സമയം അവസാനത്തെ ഡിഫൻസിൻ്റെ ദിവസമാണ്. അന്ന് സാധാരണ പരീക്ഷ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെ എനിക്കും ടെൻഷനായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വെളുപ്പിന് 2 മണിയായ സമയത്ത് ഞാൻ ഈശോയോടും മാതാവോടും പറഞ്ഞു, 2 മണിക്കൂറെങ്കിലും ഞാൻ ഉറങ്ങിക്കോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ശാന്തമായി ഉറങ്ങി. വെളുപ്പിന് എഴുന്നേറ്റ് കുർബാന ചൊല്ലി. അത് കഴിഞ്ഞ് മുറിയിലുള്ള ലൂർദ് മാതാവിൻ്റെ മുമ്പിൽ ഒരു പൂ കൊണ്ടുവന്ന് വെച്ചു. ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു മാതാവിൻ്റെ മുഖമാണ് ഞാൻ കണ്ടത്. വീണ്ടും ഞാൻ മാതാവിനെ നോക്കി. ശരിയാണ്, സാധാരണ കാണുന്ന മാതാവിൻ്റെ മുഖമല്ല, പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ്. ആ ഒരു ധൈര്യത്തിൽ ഞാനന്ന് ഡോക്ടറേറ്റ് ഡിഫൻസിന് വേണ്ടി പോയി. 3 പ്രൊഫസർമാരുണ്ടായിരുന്നു. ലാറ്ററൻ യൂണിവേഴ്സിറ്റിയുടെ അൽഫോൻസിയാനുമിലാണ്, നിത്യസായ മാതാവിൻ്റെ പള്ളിയുടെ തൊട്ടടുത്തുള്ള അൽഫോൻസിയാനുമിലാണ് ഞാൻ ഡിഫൻസ് ചെയ്തത്. പ്രൊഫസേഴ്സ് 3 പേരുണ്ടായിരുന്നു. ചോദ്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല, എങ്കിലും വളരെ ശാന്തമായിട്ട് ഉത്തരം നൽകുവാനായിട്ട് സാധിച്ചു. ഡിഫൻസ് കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ റെക്ടർ അച്ഛൻ കാർലോ ദെൽ വാലോസ് ചോദിക്കുന്നുണ്ട്, മോനെ, ചോദ്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് ശാന്തമായിട്ട് ഉത്തരം പറയാനായിട്ട് നിനക്ക് എങ്ങനെ പറ്റി? ഞാൻ പറഞ്ഞു, ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാതാവ് എപ്പോഴും കൈപിടിച്ച് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ അടുക്കലേക്ക് നമ്മെ കൊണ്ടുപോകും. അമ്മയോട് ചേർന്നിരിക്കുവാനും അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളെ പോലെ ജീവിക്കുവാനും നമുക്കും സാധിക്കട്ടെ. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. 2014 ഒക്ടോബർ മാസം ചിറ്റൂർ പള്ളിയിൽ ഞാൻ കൊച്ചച്ഛനായിരുന്നു. ആ ദിവസം അവിടെയുള്ള യുവാക്കളുമൊത്ത് എറണാകുളത്ത് പോയിട്ട് തിരിച്ച് ബൈക്കിന് വരികയായിരുന്നു. കച്ചേരിപ്പടി കഴിഞ്ഞിട്ടുള്ള സെമിത്തേരി മുക്ക് പള്ളിയുടെ അടുത്തെത്തിയ സമയത്ത് ലിസൺ എന്ന് പറഞ്ഞ KCM പ്രസിഡൻറ്റും കൂട്ടുകാരനുമായ സുഹൃത്തിൻ്റെ ബൈക്കിൻ്റെ പിറകിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. അന്ന് ഹെൽമെറ്റ് നിർബന്ധമല്ലാത്തതിനാൽ ഞാനും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാറിൻ്റെ അടുത്ത് ബൈക്ക് എത്തിയപ്പോൾ സിഗ്നൽ ഇടാതെ പെട്ടെന്ന് കാറ് വലതുവശത്തേക്ക് തിരിക്കുകയുണ്ടായി. കാറിന്മേൽ ബൈക്ക് വന്ന് മുട്ടുകയും ബൈക്ക് തെറിച്ച് താഴേക്ക് വീഴുകയും ചെയ്തു. കാറ് പെട്ടെന്ന് വന്ന് ഇടിച്ചതിനാൽ പെട്ടെന്ന് ഞാൻ തെറിച്ച് തലയടിച്ചാണ് താഴേക്ക് വീണത്. ഉടനെ തന്നെ ഞാൻ ബോധം കെട്ടു. കൂട്ടുകാരൊക്കെ ഉടനെ തന്നെ എന്നെ എഴുന്നേൽപ്പിച്ച് ലൂർദ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ലൂർദ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് എനിക്ക് യാതൊരു അനക്കവും ഉണ്ടായില്ല. ഉടനെ തന്നെ വരാപ്പുഴ രൂപതയിലെ മെത്രാപ്പൊലീത്തയും ബാക്കിയുള്ള അച്ഛന്മാരെല്ലാവരെയും അറിയിച്ചു. വീട്ടിലുള്ള അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ആശുപത്രിയിലേക്ക് ഓടിയെത്തി. ഞാൻ കൊച്ചച്ഛനായിരുന്ന പള്ളികളിലൊക്കെ വിളിച്ചു പറഞ്ഞു.
കാരണം 3 ദിവസത്തേക്ക് യാതൊരു അനക്കവും ശരീരത്തിനില്ല. ഞാൻ ജീവിക്കുമോ മരിക്കുമോ എന്ന് പോലും പറയുവാനായിട്ട് ഡോക്ടർമാർക്ക് പോലും സാധിക്കുമായിരുന്നില്ല. ഞാൻ കൊച്ചച്ഛനായിരുന്ന പള്ളികളിലെ ആളുകളൊക്കെ എനിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കൊച്ചച്ഛനായിരുന്ന ചിറ്റൂർ പള്ളിയിലെ ആളുകൾ രാത്രി പള്ളി അടക്കുവാനായിട്ട് സമ്മതിക്കുമായിരുന്നില്ല. കാരണം എല്ലാവരും സക്രാരിയുടെ മുമ്പിൽ വന്ന് കണ്ണീർ വാർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ. എല്ലാ വൈദികരും എല്ലാ ഇടവുകളിലും വിളിച്ചു പറഞ്ഞ് അവർ എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ക്രൂശനായ കർത്താവിന് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു. 3-ാമത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം നൽകുകയാണ്. ഈശോ ഉയർത്തുന്നതുപോലെ എൻ്റെ വലത് കാൽ പതുക്കെ ഞാൻ അനക്കി. ബാക്കിയുള്ളവർക്കൊക്കെ പ്രതീക്ഷയായി, ഡോക്ടർമാർക്കും നേഴ്സുമാർക്കൊക്കെ ചെറിയ പ്രതീക്ഷയായി. കാരണം എല്ലാവരും കരുതിയിരുന്നത് ഞാൻ മരിച്ചു പോകുമെന്നാണ്. ചിലരൊക്കെ കരുതിയത് മരിച്ചു കഴിയുമ്പോൾ എന്നെ അടുക്കാമെന്ന് വരെ ചിന്തിച്ചവരുണ്ട്. പക്ഷേ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് എൻ്റെ ജീവിതം തന്നെ അതിന് സാക്ഷ്യം കൊടുത്തു. 4-ാമത്തെ ദിവസം ഞാൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ വചനം ഇതാണ്: ഞാൻ ചിറ്റൂർ പള്ളിയിലെ കൊച്ചച്ഛനാണ്, കുർബാന ചെല്ലാനായിട്ട് എനിക്ക് പോകണം, ആളുകൾ എന്നെ കാത്തിരിക്കുമെന്ന്. ഈശോയെ എത്രമാത്രം ഞാൻ സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ആ ഈശോയോടുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ് 2-ാമത്തെ ജന്മത്തിൽ ആദ്യമായി ഞാൻ പറഞ്ഞത് കുർബാന ചെല്ലാൻ എനിക്ക് പോകണമെന്ന്. പിന്നീടുള്ള 3 ആഴ്ചക്കാലം അവിടെ ആശുപത്രിയിൽ തന്നെ കഴിയേണ്ടി വന്നു. പക്ഷെ എല്ലാ ദിവസവും ഞാൻ ചോദിച്ചിരുന്നത് എപ്പോൾ എനിക്ക് പള്ളിയിലേക്ക് പോകാമെന്നാണ്. ഡോക്ടർമാർക്ക് അറിയാമായിരുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആയിരുന്നു ഉണ്ടായിരുന്നത്. തലയുടെ ഈ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തത് കാരണം ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ പരിചരണം തരാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നത് കുർബാന ചെല്ലാനായിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പോകണം. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അഭിമന്യ പിതാവ് എന്നോട് 3 മാസം വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. കുർബാന ചെല്ലാൻ പുറത്തു പോകുമെന്ന് ഉറപ്പായതിനാൽ വീട്ടിൽ തന്നെ കുർബാന ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തിയ ദിവസം മുതൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഞാൻ കുർബാന ചെല്ലുമായിരുന്നു. ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ട് ഈശോയോട് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന്. കാരണം ഈശോയെ അടുത്തറിയുവാനും ഈശോയുടെ പീഡാനുഭവത്തിലൂടെ പോകുവാനും ഇത് എന്നെ ആത്മാർത്ഥമായി സഹായിച്ചിട്ടുണ്ട്. ചിറ്റൂരുള്ള ഒരു അമ്മൂമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കാരണം ഈശോ പരസ്യജീവിതം തുടങ്ങുന്നത് 30-ാമത്തെ വയസ്സിലാണ്. ഞാനും പൗരോഹിത്യം സ്വീകരിക്കുന്നത് എനിക്ക് 30-ാമത്തെ വയസ്സ് തികയുന്ന ഡിസംബർ 8-ാം തീയതി 2010 ഞാൻ മരണത്തിലൂടെ കടന്നു പോകുന്നത് 33-ാമത്തെ വയസ്സിലാണ്. ചിറ്റൂർ പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കുമ്പോൾ ഈശോയും മരിച്ച് ഉയർത്തെഴുന്നേറ്റത് 33-ാമത്തെ വയസ്സിലാണ്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമായി. ഞാനപ്പോൾ ഓർത്തു, ഞാൻ കത്തീഡ്രൽ പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കുമ്പോഴാണ് 33-ാമത്തെ എൻ്റെ വയസ്സ് ആരംഭിക്കുന്നത്. അമലോൽ മാതാവിൻ്റെ തിരുനാൾ ദിവസം. അന്നേ ദിവസം ഞാൻ രാത്രി വിശുദ്ധ നാട് സന്ദർശിക്കുവാൻ പോകാനുള്ള ഭാഗ്യം ലഭിച്ചു. അവിടെ ചെന്ന് ആദ്യത്തെ 1-2 ദിവസം പോകാനായിട്ട് സാധിച്ചു. പക്ഷെ മഞ്ഞ് പെയ്തതിനാൽ പിന്നീട് പോകാൻ സാധിച്ചില്ല. പക്ഷേ 3-ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് പോയത് കാൽവരി മലയിലേക്കാണ്. ഈശോ മരിച്ച കുരിശും ഈശോ അടക്കിയ സ്ഥലവും പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഈശോയെ കിടത്തിയ സ്ഥലത്തും പോയി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഈശോയെ കിടത്തിയെടുത്ത് ഞാൻ മുട്ടുകുത്തി കരഞ്ഞാണ് പ്രാർത്ഥിച്ചത്. ഇവിടെ വരുവാനും പ്രാർത്ഥിക്കുവാനും എന്നെ അനുഗ്രഹിച്ചത്. ആ സമയത്ത് ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നിരുന്നു. അതിങ്ങനെയായിരുന്നു: ജോസി, ഈശോ മരിച്ചത് 33-ാമത്തെ വയസ്സിലാണ്. നിനക്ക് ഇപ്പോൾ 33-ാമത്തെ വയസ്സ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ആ സമയത്തുള്ളിൽ ആശങ്ക തോന്നിയെങ്കിലും ആ സമയത്ത് മനസ്സ് തന്നെ പറഞ്ഞു, ഇല്ല, ഈശോയും മാതാവും നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകും. സത്യത്തിൽ ഈശോയും മാതാവുമാണ് എന്നെ പുതിയ ജന്മത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയത്.
ഈശോയും മാതാവും എപ്പോഴും നമ്മോട് കൂടെയുണ്ടാകും. ദിവ്യഗണനാഥനായ ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ നമ്മളെ ഒരിക്കലും ഈശോ കൈവിടുകയില്ല. ആരാധിക്കാം, ആർത്തുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. ആക്സിഡൻറ്റ് സംഭവിച്ച് 2 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അഭിവന്ദ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഡോക്ടറേറ്റ് പഠിക്കുവാൻ വേണ്ടി റോമിലേക്ക് എന്നെ വിടുകയുണ്ടായി. 2017 ഡോക്ടറേറ്റ് പഠനം തുടങ്ങി. 2018 യുവജനങ്ങളുടെ സിനഡ് റോമിൽ നടക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 450ഓളം വരുന്ന കർദ്ദിനാൾമാരും മെത്രാന്മാരും വൈദികരും യുവജന പ്രതിനിധികളും പങ്കെടുക്കുന്ന സിനഡിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങളുടെ കോളേജിൽ നിന്ന് റക്ടറച്ചൻ എന്നെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. 167ഓളം വരുന്ന വൈദികരുള്ള ഏകദേശം 49 രാജ്യങ്ങളിൽ നിന്നുള്ള വൈദികരിൽ നിന്നും 3 പേരെയാണ് റക്ടറച്ചൻ തിരഞ്ഞെടുത്തത്. ഏഷ്യയിൽ നിന്നുള്ള ഒരാളായി തിരഞ്ഞെടുത്തത് കൊണ്ട് യുവജനങ്ങളുടെ സിനഡിൽ പങ്കെടുക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. 30 ദിവസം ഫ്രാൻസിസ് പാപ്പായെ കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. 4 പ്രാവശ്യം പാപ്പയായിട്ട് സംസാരിക്കുവാനും സാധിച്ചു. ആദ്യം കണ്ടപ്പോൾ ഞാൻ മുട്ടുകുത്തി നിന്ന് പാപ്പയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ പാപ്പ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. സിനഡ് തീരുന്നതിന് 2 ദിവസം മുമ്പ് ദിവ്യഗണനാഥനായ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. എനിക്കുണ്ടായ ആക്സിഡൻറ്റിനെ കുറിച്ച് പാപ്പയോട് നേരിട്ട് പറയണം. നേരിട്ട് പറയാനായിട്ട് സമയം കിട്ടില്ലെന്ന് ഉറപ്പായതിനാൽ ഞാനൊരു പേപ്പറിൽ എഴുതി. ഞാൻ ജനിച്ച ദിവസവും അച്ഛനായതും മാതാവുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം എഴുതി. ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും ഞാൻ ആയിരിക്കുന്ന സെമിനാരി എല്ലാ കാര്യങ്ങളും എഴുതി. അങ്ങനെ ആ പേപ്പറും കയ്യിൽ പിടിച്ച് സിനഡ് തീരുന്നതിൻ്റെ തലേ ദിവസം പാപ്പയെ കാത്തു നിൽക്കുകയാണ്. പാപ്പയെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ പാപ്പയോട് പറഞ്ഞു, പാപ്പ, ഞാൻ ജനിച്ചതും അച്ഛനായതും മാതാവിൻ്റെ ദിവസമാണ്. പാപ്പയ്ക്ക് ഒത്തിരിയേറെ സന്തോഷമായി. ഉടനെ തന്നെ ഞാൻ പാപ്പയോട് പറഞ്ഞു, പാപ്പ, 3 വർഷം മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ജീവിക്കുമോ മരിക്കുമോ എന്ന് പോലും ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഈശോയും മാതാവും എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ പാപ്പ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോന് ജോസി, ഈശോയ്ക്കും മാതാവിനും നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് മനസ്സിലായില്ലേ? ഈശോയ്ക്കും മാതാവിനും നിന്നെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലായില്ലേ എന്ന്. ഉടനെ തന്നെ ഞാൻ എഴുതിക്കൊണ്ടുവന്നത് പാപ്പയുടെ കയ്യിൽ കൊടുത്തു. നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നു. പിറ്റേ മാസം ഒക്ടോബർ മാസം 21-ാം തീയതി മാതാവിൻ്റെ ദിവസം ഈ കത്തിനുള്ള മറുപടി പാപ്പ നേരിട്ടയച്ചു. നിൻ്റെ ജീവിതകഥ വായിച്ചു. ഒത്തിരിയേറെ സ്വാധീനിക്കുന്നൊരു സംഭവമാണ് നിൻ്റെ ജീവിതത്തിൽ നടന്നത്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്. നീ ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ ദൈവത്തിനും ദൈവജനത്തിനു വേണ്ടി എപ്പോഴും ജീവിക്കുക. എൻ്റെ അനുഗ്രഹം നിന്നോട് കൂടെയും നിൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പവും എപ്പോഴും ഉണ്ടാകും. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പാപ്പയുടെ ഒപ്പുവെച്ച് പാപ്പ പ്രാർത്ഥിക്കുന്ന യൗസപിതാവിൻ്റെ ഒരു കാർഡും കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഒരു കാർഡുമാണ് അതിൽ വെച്ചിരുന്നത്. കിട്ടിയപ്പോൾ തന്നെ ഞാൻ റക്ടച്ചനെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ റക്ടച്ചൻ പറഞ്ഞു, ഇത് പാപ്പ തന്നെ നേരിട്ട് എഴുതിയതാണ്, നീ അത് ഫ്രെയിം ചെയ്ത് വെക്കണം. റക്ടച്ചൻ പറഞ്ഞതുപോലെ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നു. ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോഴാണ് പാപ്പയോട് പറയാൻ എനിക്ക് തോന്നിപ്പിച്ചതും പാപ്പയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് പാപ്പ എന്നോട് പറഞ്ഞതും. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ കൂടെ ആയിരുന്നാൽ ഈശോ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ആരാധിക്കാം, ആർത്തുപാടാം, ആ
സ്തുതി സ്തോത്രമേകാം. ഞാൻ സെൻറ് ജോസഫ് മൈനസ് സെമിനാരിയിൽ വൈസ് റെക്ടർ അച്ഛനായിരുന്ന സമയത്ത് ഒരു ദിവസം കോട്ടപ്പുറം രൂപതയിൽ നിന്ന് ഒരു വൈദികൻ വിളിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരു ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് ICUവിൽ കിടക്കുകയാണ്. ഉടനെ പോയി രോഗിലേപനവും ദിവ്യകാരുണ്യവും അയാൾക്ക് കൊടുക്കണം. പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ഓടിപ്പോയി. കോവിഡിൻ്റെ സമയമാണ്. ആ ചേട്ടൻ്റെ മകൾ നേഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ആയിരുന്നു. സഹോദരി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. കിടക്കയുടെ സമീപത്ത് ചെന്നപ്പോൾ വളരെ സങ്കടത്തോടു കൂടെ കിടക്കുന്ന ചേട്ടനെ കണ്ടു. ആ സമയത്ത് ഈശോയെ ഞാൻ കയ്യിലേക്കെടുത്തു. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പ്രാർത്ഥന ചൊല്ലി അദ്ദേഹത്തിൻ്റെ നാവിലേക്ക് വെച്ചുകൊടുത്തു. പ്രത്യാശയോടെ ഈ അപ്പച്ചൻ അത് സ്വീകരിച്ചു. സൈലൻ്റായിട്ട് ശാന്തമായിട്ട് ഈ അപ്പച്ചൻ കിടന്നു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആശീർവദിച്ച് ഞാൻ തിരിച്ചു പോന്നു. മൂന്നാമത്തെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിരുന്ന ഈ അപ്പച്ചനെക്കുറിച്ച് അവിടെയുള്ളവർക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. സങ്കടത്തോടു കൂടിയാണ് മക്കൾ യാത്രയാക്കിയത്. പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു പോന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മകൾ എന്നെ വിളിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി. അച്ഛാ, അപ്പച്ചൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നേരത്തെ എങ്ങനെയായിരുന്നുവോ അതുപോലെ ഇപ്പോൾ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നന്ദിയുണ്ട് അച്ഛോ. ഞാൻ പറഞ്ഞു, നന്ദി എനിക്കല്ല, ഈശോയ്ക്ക് കൊടുത്താൽ മതി. ഈശോയല്ലേ ജീവൻ തിരിച്ച് നൽകിയതെന്ന്. മറ്റൊരിക്കൽ ഈ സെമിനാരിയിലുള്ള ഞങ്ങളുടെ ഒരു സെമിനാരിക്കാരൻ്റെ ചേച്ചി ഗർഭിണിയായി ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് ഈ ബ്രദറിൻ്റെ അപ്പൻ വിളിക്കുകയാണ്. ഉദരത്തിൽ ശിശു ചുരുണ്ട് കിടക്കുകയാണ്. അത് പുറത്തേക്ക് വരുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ അൾത്താരയിൽ ബലിയർപ്പിച്ചപ്പോൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചനെ വിളിച്ചു. കുഞ്ഞ് വളരെ ശാന്തമായി എല്ലാം നേരെയായി. 2 ആഴ്ച മുമ്പ് ഈ കുഞ്ഞിന് സുഖപ്രസവവും ലഭിച്ചു. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം. ഞാൻ ഓർക്കുന്നത്, ഞാൻ എപ്പോഴൊക്കെ വീട്ടിൽ ചെല്ലുമോ അപ്പോഴൊക്കെ അമ്മിച്ചി വന്ന് എൻ്റെ 2 കരങ്ങളും ചുംബിക്കും. ഞാൻ അമ്മിച്ചിയോട് ചോദിക്കും, അമ്മിച്ചി എന്തിനാണ് എൻ്റെ കയ്യിൽ ഉമ്മം വയ്ക്കുന്നത്? അപ്പോൾ അമ്മിച്ചി പറയുന്നത്, ഈശോയെ എല്ലാ ദിവസവും എടുക്കുന്ന നിൻ്റെ കരങ്ങളിലല്ലേ ഞാൻ ചുംബിക്കുന്നതെന്ന്. വേറൊരിക്കൽ ചിറ്റൂർ പള്ളിയിൽ ഒരു കല്യാണ കുർബാനയ്ക്ക് പോയതാണ്. കുർബാന കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് താഴേക്ക് വന്നപ്പോൾ ഈ വരൻ്റെ അമ്മ കൈ മേടിച്ച് ചുംബിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ്റെ കയ്യിലുള്ള ഈ ചൂട് അതെപ്പോഴും നിലനിർത്തണമെന്ന്. വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വിശുദ്ധനായിട്ട് ജീവിക്കണമെന്ന് എന്നെ ഓർമ്മിപ്പിച്ചതായിരുന്നു ആ അമ്മച്ചി. ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളാണ് വൈദികരായി വിശുദ്ധരായി ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്. എൻ്റെ എളിയ ഒരാഗ്രഹം, വിശുദ്ധമായ ബലി ഈ അൾത്താരയിൽ അർപ്പിക്കുമ്പോൾ ഈ അൾത്താരയിൽ തന്നെ മരിക്കണമെന്നാണ്. ഈശോ ആഗ്രഹിക്കുന്നത് പോലെയാണ്. എങ്കിലും ഈശോയും മാതാവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ കൈപിടിച്ച് നമ്മെ നടത്തും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ,